ഈ കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചാൽ തിര ഒന്ന് മാച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. ആക്ച്വലി അത് കേരളത്തിൽ നടക്കും, കാരണം മലയാളം അറിയാന്നുള്ള തിരയല്ലേ. അത് തമിഴ്നാട്ടിൽ നടക്കോ ഇല്ലയെന്ന് അറിഞ്ഞത്, കാരണം ഇത് തമിഴ്നാട് തിര. ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മൾ ഇപ്പം ഷോർ ടെമ്പിളിന് അടുത്തുള്ള ഒരു ബീച്ചിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ കുറേ കാലമായി ബീച്ചിലോട്ടൊക്കെ വന്നിട്ട്. നമുക്കിപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് ശംഖുവൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അവിടെ ശംഖുവൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടത്തി ഇപ്പം താഴോട്ടൊന്നും ആളെ ഇറക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ വന്നത് മിക്കവാറും അവിടെ ആയിരിക്കും. അവിടെയാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ നോക്കിയപ്പം ഈ ബീച്ചിൻ്റെ അപ്പർ സൈഡാണ് കണ്ടത്. അത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറ സൈഡിൽ കൂടെ, അതായത് നമ്മൾ ഷോർ ടെമ്പിളിലോട്ട് ഇറങ്ങണതിൻ്റെ അവിടെ, അതായത് എൻട്രിയിൽ അവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഇങ്ങോട്ട് വരേണ്ട ഒരു വഴിയാണ്. ഞാൻ ഷോപ്പിങ്ങിന് വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി വന്നതാണ്. അപ്പോഴേ നേരെ ഈ കടലിലോട്ട്, ഈ ബീച്ചിലോട്ട് അങ്ങ് വന്നു. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഇരുന്ന് ആലോചിക്കണേ, നമ്മൾ ഈ കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചാൽ തിര ഒന്ന് മാച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. ആക്ച്വലി അത് കേരളത്തിൽ നടക്കും, കാരണം മലയാളം അറിയാന്നുള്ള തിരയല്ലേ. അത് തമിഴ്നാട്ടിൽ നടക്കോ ഇല്ലയെന്ന് അറിഞ്ഞത്, കാരണം ഇത് തമിഴ്നാട് തിരയല്ലേ. അവർക്ക് മലയാളം അറിഞ്ഞൂടല്ല. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് കുറച്ച് മേളിലോട്ട് കയറി ഈ ഒരു പൊസിഷനിൽ എഴുതി നോക്കാം. എഴുതി തീർക്കണമെന്ന് മുമ്പേ വന്നാൽ അപ്പം അറിയാം കേട്ടാ, അറിയാം. തമിഴ്നാട്ടിലെ തിരക്ക് മലയാളം അറിയാം, എക്സ്ക്ലൂസീവാണ്. കാരണം ഇത്രയും നേരം ദാണ്ട് ഇതുവരെ വന്നുകൊണ്ടിരുന്ന തിരയാണ്. ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ദാണ്ട് ഇങ്ങനെ അറ്റം വരെ കയറി വന്നിരിക്കുന്നു. ഹെൻസ് പ്രൂവ്ഡ് ഗൈസ്, തമിഴ്നാട്ടിലെ തിരക്ക് മലയാളം അറിയാം. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കുറേ കട ഉണ്ട്. പക്ഷേ എനിക്ക് നോക്കട്ടെ, പറ്റെങ്കിൽ രണ്ട് മൂന്ന് കടയിൽ കയറാം. നമുക്ക് വല്ലതും ഉണ്ടാകുന്നൊക്കെ അറിയണമല്ലോ. ഞാൻ അതല്ല, ഇപ്പം ഞാൻ വന്ന വഴി ഏതാണെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഈ വഴി തന്നെ നോക്കാം. ഓക്കെ, കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ആക്ച്വലി നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് കുറേ കടയുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളൊരാളാണെങ്കിൽ കൺഫേം ആയിട്ടും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചുമ്മാ കുറേ നാളായിട്ട് കടലിലോട്ടൊക്കെ പോയി, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കൊള്ളാൻ. പക്ഷെ എനിക്ക് മണ്ണിലൂടെ നടക്കുമ്പോൾ മാത്രം ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ലെഫ്റ്റ് കാലിൽ നമ്മൾ ചെറു വിരലിൻ്റെ അടുത്തുള്ള വിരലുണ്ടല്ലോ, ആ വിരൽ എനിക്ക് ഒരിക്കൽ പൊട്ടിയതാണ്. ചെറുതായിട്ടൊരു പൊട്ടൽ വന്നതാണ്. അതിപ്പോൾ റെഡിയായിട്ടൊരു 1 മാസം 2 മാസം അടുപ്പിച്ച് ആവണതേ ഉള്ളൂ. 1 മാസം ഞാൻ കൊണ്ട് അനുഭവിച്ച് വഴിമാറിപ്പോയി. സംസാരിച്ച് വന്ന് വഴിമാറിപ്പോയി. ഓക്കെ, ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് വന്നതാണ് ചെന്നൈയിലോട്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. ഇങ്ങനെ നടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ മറ്റേ റിങ് അറിയലും, റൈറ്റ് സൈഡിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് എല്ലാം 50 രൂപ, ഏതെടുത്താലും 50. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഈസ്റ്റോട്ട് താഴമ്പറങ്ങളിലൊക്കെ ഇരിക്കുന്ന സെയിം സാധനം. പിന്നെ ഇവിടെ ശംഖ് വെച്ചുള്ള എന്താ പരിപാടി, ഫുള്ള് ശംഖ് വെച്ചുള്ള പരിപാടികളാണ്. ഇത് മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഇങ്ങനെ അറിയാമെന്നാണ് എൻ്റെ ഡൗട്ട്. മിക്കവാറും എവിടെ പോയാലും ഈ ലേഡീസിന് നിറച്ച് ഐറ്റം ഉണ്ട്, ജെൻസിനാണ് ഒന്നും കിട്ടാത്തത്.
ഒരു ബ്രാൻഡഡ് സാധനം ഉണ്ട്, കാണിച്ച 100 രൂപ ഉള്ളൂ. ബ്രാൻഡഡാണ്. ഗുച്ചിയാണ്. ഗുച്ചിയൊക്കെ എന്തൊരു, ഗുച്ചിയൊക്കെ ലോക്കല്. ഇപ്പം ഗുച്ചിയാണ് ബ്രാൻഡ് സാധനം. ഇവിടെ എല്ലാം ജെൻസിന് ഐറ്റംസ് എല്ലാം കുറവാണ്, ഫുള്ള് ലേഡീസിനാണ് സാധനങ്ങളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഷോർട്ട് ടെമ്പിളിൽ ഫാമിലി ആയിട്ട് വരേണ്ടതാണ്. സെയിം സൈഡാണ് ഇപ്പുറത്ത്. അതായത് ബീച്ചിലറിയാമല്ലോ, ബീച്ചിൽ നിങ്ങൾക്ക് കപ്പിൾസായിട്ട് ഫ്രണ്ട്സായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ വേണം വരാം. പക്ഷേ ഷോർട്ട് ടെമ്പിളിൽ സെയിം ഇതാണ് ഇവിടെ. അതായത് നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. അതായത് കൊച്ചു പിള്ളേർക്കുള്ള സാധനങ്ങളുണ്ട്, ലേഡീസിനുള്ള ബാഗുണ്ട്, പിന്നെ നമ്മൾ ഈ കാറിൽ ഡാഷ് ബോർഡിൽ വയ്ക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാതെ നോർമലി ഉള്ള പയ്യന്മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കിടുതാപ്പുകളൊന്നും അല്ലായിട്ട് ഷർട്ടും ടീഷർട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം വില കുറവാണ്. 100 രൂപ, 150 രൂപ, 200 രൂപ ആ ഒരു റേഞ്ചിൻ്റെ അകത്തേ ഉള്ളൂ ടീഷർട്ടും സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഡിഫറൻ്റായിട്ട് ചെയ്ത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ചെരുപ്പ് അതൊക്കെ തന്നെ ഉള്ളത് നോർമലി. അല്ല, എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ വാങ്ങിക്കാനും തോന്നണില്ല. ഞാൻ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, മുരുകൻ്റെ ചെറിയൊരു വേല്. പക്ഷെ എനിക്ക് വേലല്ല ആവശ്യം. അന്തരം ഇതിൻ്റെ ഒരു സ്വർണ്ണ കളർ വേല അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ദൈവമാണ് നമ്മൾ മുരുകൻ എന്ന് പറയുന്നത്. കാരണം ഇതെന്താ, ഞാൻ മിക്കവാറും എവിടെയെങ്കിലും പോകുമ്പം മുരുകൻ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കയറാൻ നോക്കി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, മുരുകൻ കോവിലെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഒരു മുരുകൻ്റെ വേല് വാങ്ങിച്ച് കാണിച്ച ഒരു സാധനം. ഞാൻ അങ്ങനെ ആ ഒരു മുരുകൻ്റെ ചെറിയൊരു വേല് പോലത്തെ ഒരു സാധനം വാങ്ങിച്ച് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. അതായത് ആ ഒരു കുഞ്ഞു സാധനത്തിന് 150 രൂപ പറഞ്ഞ സാധനമാണ് 50 രൂപയ്ക്ക് വാങ്ങിച്ച്. മനസ്സിലായ? 150 രൂപ പറഞ്ഞ സാധനം പറഞ്ഞ് 50 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച്. ഇനി പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇനിയും ബാർഗെയിൻ ചെയ്യുന്ന ചിലപ്പോൾ അവന്മാർ കുറയ്ക്കും. മനസ്സിലായ? നമുക്ക് എത്രത്തോളം ബാർഗെയിൻ, നിങ്ങൾ അമ്മമാരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളി അമ്മമാർ ഇതിനൊക്കെ അങ്ങേ അറ്റമാണ്, എനിക്കറിയാം. അതായത് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് നല്ല വില കുറവിൽ വാങ്ങിക്കാൻ പറ്റും, കൺഫേമാണ്. നിങ്ങൾക്ക് എന്തൊരു വേണോ ഇവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് ഏത് വേണം? സാപ്പിടയാ? കൊടയാ? കൊട എങ്കയില്ല, അവിടെ കാശില്ലേ? സ്ലൈമാ? என்னடா அப்பா அம்மா எங்கே? ஸ்லைமா? എന്നെ 2 പേര് ചേർന്ന് സ്പോട്ട് ചെയ്ത്, 2 പേരല്ല 2-3 പേരുണ്ട്. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഇവർ അത് അവരുടെ സ്ട്രാറ്റജിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ പറഞ്ഞുതരാം, ആ കട അവരുടെ പാരൻസിൻ്റെ കട തന്നെയാണ്. മനസ്സിലായോ? അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വെച്ചാൽ ഒരു കുട വാങ്ങിച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു തൊപ്പി വാങ്ങിച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു സ്ലൈം വാങ്ങിച്ചു തരുമോ, ഇങ്ങനെയൊക്കെ പറയും. കാരണം നമ്മൾ വാങ്ങിച്ച് അവരെ കൊടുക്കുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുവന്ന് അവരെ കടയിൽ തന്നെ വയ്ക്കും. അത് തന്നെയാണ്
സോ ഇങ്ങനത്തെ സ്കാമുകളിലൊന്നും ചെന്ന് പെടരുത്. ഞാൻ ചിലപ്പോഴൊന്ന് പെട്ടുപോയി തന്നെ, പക്ഷേ ഞാൻ അത് ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്തു. കാരണം ഞാൻ അവൻ്റെ അടുത്ത് എന്നോട് അപ്പ അമ്മയൊക്കെ പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയും ചോദിച്ചപ്പം അവൻ അതിന് മാത്രം ഉത്തരം പറഞ്ഞില്ല. ഞാൻ ബാക്കി പറയാൻ എല്ലാം ഉത്തരം പറയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്കാം ആവരുത്, പെട്ടുപോകരുത്. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിള്ളേരെന്നെ വീണ്ടും സ്പോട്ട് ചെയ്ത് ഐസ്ക്രീമാണ് വാങ്ങിത്തരാം. എനിക്ക് കണ്ടിട്ട് പാവം തോന്നണം, അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഞാൻ ഇവനെല്ലാം വാങ്ങിച്ചു കൊടുക്കട്ടെ. പിള്ളേരെന്നെ സ്പോട്ട് ചെയ്തിട്ട് വേണ്ട ഇതിൽ നിന്ന് 2 മനസ്സിലുണ്ടായി. അത് പിന്നെ ഓർമ്മ 20 രൂപ ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ഞാൻ ഐസ്ക്രീം ഞാൻ വല്ലതൊക്കെ വാങ്ങിച്ചു തിന്നുണ്ട്. ഞാൻ പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്ത്, ഈ പിള്ളേർ ഒന്ന് ചോദിക്കുമ്പോൾ എന്തോ നമ്മളങ്ങ് എടുത്ത് കൊടുത്തു പോണ്. അതുകൊണ്ട് ഈ ഒരു ഐസ്ക്രീം 30 രൂപ, വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് വരാം. നമ്മളവിടെയൊക്കെ ആക്ച്വലി 30 രൂപയ്ക്ക് ഐസ്ക്രീം വയ്ക്കുമ്പോഴേ ഈ കോണിൻ്റെ മണ്ടയിൽ മാത്രം ഒരു ഇതുപൂരം വെച്ചിരിക്കും കേട്ടോ. പക്ഷേ ഇത് കോണിൻ്റെ അകത്തുമുണ്ട്. അത് കോണിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, അതൊരു ഐസ്ക്രീം ഉണ്ട്. അത് ആക്ച്വലി നല്ല 30 രൂപ ഉള്ളൂ. നമ്മളവിടെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കണം നഷ്ടമല്ലേ, ഇവിടെ നിന്ന് വാങ്ങിക്കണല്ലേ ലാഭം. പക്ഷെ എന്തും പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യമാണ്, അതെനിക്കറിയാം. ഞാൻ അത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ആക്ച്വലി നൈസ്. ആക്ച്വലി മിക്സഡ് ഐസ്ക്രീമാണ്. മിക്സഡ് ഐസ്ക്രീം 30 രൂപ ഉള്ളൂ. പിന്നെ മേളിലും വരും, ഇവിടം തൊട്ട് അടി വരെയും വരും. കൊള്ളാല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ നമ്മളെ നാട് വിട്ട് വേറെ എങ്ങോട്ട് പോയാലും മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞാൽ ഇവന്മാർ നമ്മളെ പറ്റിക്കും. മനസ്സിലായ? ഇവന്മാർ നമ്മളെ നല്ല രീതിയിൽ പറ്റിക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ ആ വേല് 150 രൂപ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞ് നിന്ന് പറഞ്ഞ് 50 രൂപയ്ക്ക് ആ സാധനം വാങ്ങിച്ചു. സത്യം കുറച്ച് നേരം കൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് എനിക്കൊരു 20 രൂപയ്ക്കൊക്കെ തന്നേനെ, എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം വേണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ വലുതായിട്ടൊന്നും പറയാൻ തന്നില്ല. 50 രൂപ ആയതുകൊണ്ട് പിന്നെ അതിങ്ങനെ വാങ്ങിച്ച്. അപ്പം നിങ്ങൾ പിന്നെ നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം. അതിപ്പോൾ എവിടെ പോയാലും ഇപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് വേറെ ആരെയും ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, എൻ്റെ സാധനം അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ സാധനം അവിടെ. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവനാണെങ്കിൽ ട്രെയിനിൽ കയറി ബാഗെടുത്ത് മേടി വെച്ചിട്ട് സുഖം ഉറക്കം. എനിക്കാണെങ്കിൽ ഈ ബാഗ് ഇരിക്കണം. കാരണം ബാഗിൻ്റെ അകത്ത് എൻ്റെ 2 ഫോൺ ഇരിപ്പുണ്ട്, എൻ്റെ മൈക്ക് ഇരിപ്പുണ്ട്, എൻ്റെ ട്രൈപോഡ് ഇരിപ്പുണ്ട്, എൻ്റെ ചാർജർ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഒരു ബാഗിൻ്റെ അകത്ത്, ബാക്കി തുണികളെല്ലാം ഒരു ബാഗിൻ്റെ അകത്ത്. ഓക്കെ, തുണി പോയാലും കുഴപ്പമില്ല. തുണി കാരണം ഞാൻ വാങ്ങിക്കണ തുണികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ 150 രൂപ, ടീഷർട്ടൊക്കെ ഒരു 100 രൂപ 150 രൂപ, പിന്നെ പാൻറ്റ് വരികയാണെങ്കിൽ ഒരു 10 200 രൂപ 300 ആ ഒരു റേഞ്ചിൽ അങ്ങ് തീരും. പക്ഷേ ഫോണും മൈക്കും ഇതൊക്കെ പോണത് അങ്ങനെയല്ല. കാരണം ഒരു ഫോണിന് തന്നെ 10-36 രൂപ വിലയുണ്ട്. മനസ്സിലായി? ഇപ്പോഴാണെങ്കിൽ റാമിൻ്റെ വിലയൊക്കെ കൂടിക്കണോണ്ട് ഫോണൊക്കെ അന്യായ വിലയും കൂടെയാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ഓർക്കുക. നമ്മളെ സാധനങ്ങൾ സൂക്ഷിക്കാനും പഠിക്കണം. രണ്ടാമത്തത് ബാർഗെയിൻ ചെയ്യുക, അത് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം.